അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെക്കാൾ വളരെ മോശമായ രീതിയിലേക്കാണ് പെൺകുട്ടികളുടെ ഒരു പോക്ക്, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ. ഞാനിത് പറയുമ്പോൾ എന്നോടും കൊണ്ട് വിരോധം തോന്നണ്ട, സത്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു അധ്യാപകനെ കണ്ടു. ഈ ഒരു അധ്യാപകൻ ഒരു ഉസ്താദ് കൂടിയാണ്, ഹുദവി. അദ്ദേഹം നേരത്തെ ഒരു മദ്രസയിലെ ഉസ്താദായിരുന്നു. പിന്നീട് ഒരു ട്യൂഷൻ സെൻറ്റർ ഏറ്റെടുത്തു. ആ ട്യൂഷൻ സെൻറ്ററിലെ അധ്യാപകനായി. അപ്പോൾ മദ്രസൊക്കെ ഒഴിവാക്കി പള്ളി, ഈ ട്യൂഷൻ സെൻറ്റർ, ഇങ്ങനെയാണ് ഉസ്താദിൻ്റെ ലൈഫ് പോണത്. ഈ ഉസ്താദ് ഒരു ദിവസം, സ്കൂളില്ലാത്ത ദിവസം ട്യൂഷന് കുറച്ച് നേരത്തെ നടത്തലുണ്ട്. ഒരു ഉച്ചവരെയൊക്കെ ട്യൂഷൻ ഉണ്ടാവും. ഒരു ദിവസം ഒരു രക്ഷിതാവ് വന്നിട്ട്, അതിൽ കൂടെ പോയൊരു സ്ത്രീ വന്നിട്ട് പറയാണ്, ഈ ഒരു പെൺകുട്ടി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് ഉസ്താദെ. അപ്പോൾ ഇയാൾ ഉസ്താദാരുടെ രൂപമൊക്കെ ഒരു തൊപ്പിയൊക്കെ ഇട്ട ഒരാളായതുകൊണ്ട് തന്നെ ആര് വിളിക്കുമ്പോഴും ഉസ്താദെ എന്ന് വിളിക്കാം. ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ടല്ലോ, കുറേ നേരമായി നിൽക്കണം, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്, തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും നിൽക്കുന്നുണ്ട്, എന്തോ ഒരു അസ്വാഭാവികത ഉണ്ട്, ഉസ്താദ് ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അപ്പോൾ ഈ പെൺകുട്ടി ആ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇന്നൊരു പ്രത്യേക പരിപാടി ഉണ്ട്, ഇന്ന് എനിക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് ആ ട്യൂഷനിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി, ഈ രക്ഷിതാവ് അങ്ങോട്ട് പോകുമ്പോൾ നിൽക്കുന്നുണ്ട്, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നിൽക്കണപ്പോൾ ഈ ഉമ്മാർക്ക്, ഈ സ്ത്രീകൾക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികത കാണുമ്പോൾ വേഗത്തിൽ തിരിച്ചറിയും. ഉസ്താദ് എന്ത് ചെയ്തു, ഇറങ്ങി നോക്കുമ്പോൾ ഈ കുട്ടീനെ അവിടെ കണ്ടു. ഒരു ചെറിയൊരു ഒഴിഞ്ഞു കിടക്കുന്നൊരു വീടുണ്ട്. ആ വീടിൻ്റെ അവിടെയാണ് ഈ കുട്ടി നിൽക്കുന്നത്. ഇയാളെ ഉസ്താദിനെ കണ്ടതോടെ കുട്ടിയുടെ സ്കൂൾ ഭാഗത്തേക്ക് കണ്ട് സ്പീഡിൽ നടന്നു. ആ ഉസ്താദിന് എന്തോ ഒരു സംശയം, ഉസ്താദ് സ്പീഡിൽ നടന്നു. ഉസ്താദ് ലേശം സ്പീഡിൽ നടന്നു എന്ന് കണ്ടപ്പോൾ കുട്ടി എന്ത് ചെയ്തു, പതുക്കെ ഓടാൻ തുടങ്ങി. ഓടിയപ്പോൾ പിന്നെ ഉസ്താദിന് മനസ്സിലായി ഇതെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഉസ്താദ് കരുത് വിടാൻ പറ്റൂല എന്ന് കരുതിയിട്ട് ഉസ്താദ് നേരെ അവിടെ ചെന്നു. വേഗം ചെന്നിട്ട് ഇതിനെ പിടിച്ചു. ഈ നമുക്ക് ഓടി തന്നെ, അല്ല ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഈ കുറേ നേരം ആയാലും അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചു. ഈ പെൺകുട്ടി കിടന്ന് കരയാൻ തുടങ്ങി. ഒന്നുമില്ല, ഞാൻ വെറുതെ നിന്നതാണ്. വെറുതെ നിന്നതൊന്നും അല്ല മോളെ, എൻ്റെ കാര്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായി, ഞാൻ വീട്ടിൽ പറയും എന്താ എൻ്റെ പ്രശ്നം എന്ന് വെച്ചു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ചുറ്റൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അവൾക്ക് തുണക്ക് നിന്നതാണ് എന്ന് പറഞ്ഞു. തുണക്ക് നിൽക്കേ. അപ്പോഴാണ് പറഞ്ഞത്, ഇവളുടെ കൂടെ അതേ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കണം, സ്കൂളുകളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഇവളോടൊപ്പം ഇറങ്ങിപ്പോയിരുന്നു നേരത്തെ, അവൾക്ക് കാവൽ നിൽക്കുകയാണെന്ന്. അപ്പോൾ ഉസ്താദിന് കാര്യം മനസ്സിലായി. ആ ഒഴിഞ്ഞു കിടക്കണ വീട്ടിൻ്റെ ഉള്ളിൽ ആൾതാമസമില്ലാത്ത ഒരു ഭാഗമൊക്കെ പൊളിഞ്ഞു കിടക്കണ വീടാണ്. അതിൻ്റെ ഉള്ളിൽ ഇവളുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി കൂടി ഉണ്ട് എന്നുള്ളത്. ഉസ്താദ് പറഞ്ഞു, നീ വിട്ടോ, ഞാൻ ആൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അവൻ ഉസ്താദ് അവിടെ പോയി. ചെന്നപ്പോൾ കാണുന്നൊരു കാഴ്ച, ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, അവിടെ ഒരു ചങ്ങാതിയുണ്ട്. ഉസ്താദിനെ കണ്ടതോട് കൂടി പെട്ടെന്ന് 2 പേരും കണ്ട് മാറി നിന്നു. ആൾ പറഞ്ഞെന്ത്, എനിക്കെന്താ അവിടെ പണിയെന്ന് വെച്ചിട്ട് ഇയാൾ നേരെ ട്യൂഷൻ സെൻറ്ററിലേക്കാണ് നടന്നു. പിന്നാലെ പെൺകുട്ടി കൊണ്ട് ഓടി വന്നിട്ട്, ഇയാൾ ട്യൂഷൻ സെൻറ്ററിൽ അപ്പോഴേക്കും ട്യൂഷനൊക്കെ വിട്ട് കഴിഞ്ഞിരിക്കുന്നു, എല്ലാവരെയും വിട്ടിരിക്കുന്നു. ഈ പെൺകുട്ടി വന്നിട്ട് ഉസ്താദിൻ്റെ കാൽക്കലം കൊണ്ട് വീണിട്ട് സാറേ ഇത് വീട്ടിൽ പറയരുത്, വീട്ടിൽ പറഞ്ഞാൽ ഞാൻ ജീവൻ എടുക്കുന്നുള്ളതാണ്. ഈ പെൺകുട്ടി കാലുമ്മൽ നിന്ന് വിടുന്നില്ല. ഈ ഉസ്താദ് ആകെ ഷോക്കായിപ്പോയി. ഈ ഉസ്താദ് പറഞ്ഞ് മോളൊരു ഭാഗത്തിരിക്ക്, എന്താണ് മോളെ പ്രശ്നം വെച്ചു. എന്നോടൊന്നും ചോദിക്കരുത് ഉസ്താദ്, ഉസ്താദ് കണ്ടത് ഒരു കാരണവശാലും എൻ്റെ വീട്ടിൽ അറിയിച്ചേക്കരുത്, അള്ളാണ് അറിയിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബാടെ ഞാൻ തൂകുന്നതാണ്. ഈ പെൺകുട്ടി വാശി. ഇയാൾക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. പെൺകുട്ടിയോട് പറഞ്ഞു, നീ തൽക്കാലം വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു. പെൺകുട്ടി പോണില്ല. എനിക്കുറപ്പ് തരാം. ഉസ്താദ് പറഞ്ഞു, പടച്ചോനാണ്, വീട്ടിൽ ഞാൻ അറിയിക്കൂല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ചങ്ങായിണ്ട് വരണം. ഓൻ ഭയങ്കര ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഉസ്താദ് ചോദിച്ചു, എന്താപ്പോൾ ആരാണ്, എന്താപ്പോൾ എനിക്ക് വേണ്ടിയെന്ന് ചോദിക്കണം. അപ്പോൾ ഉസ്താദ് നല്ല കളരിയും നല്ല അഭ്യാസം കൂടിയാണ് കേട്ടോ, അങ്ങനെ പേടിക്കണ ഒരാളെന്നല്ല. അല്ല ഞാൻ അവളെ കാണാൻ വന്ന എന്തിനാണെന്നറിയോ. അപ്പോഴാണ് ഉസ്താദിന് കാര്യം മനസ്സിലായത്, ആ റൂമിലുണ്ടായിരുന്നവനാണെന്നുള്ളത്. സതിൽ ഉസ്താദ് റൂമിലുണ്ടായിരുന്ന ആരാന്ന് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ആവശ്യമില്ലാത്തതിലേക്ക് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. തൻ്റെ ക്ലാസ്സിലെ കുട്ടി, തൻ്റെ സ്ഥാപനത്തിലെ കുട്ടിയെ രക്ഷിക്കുക, അതുമാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇയാൾ അപ്പോൾ താനായിരുന്നില്ല അയാൾ. അല്ല, അവളുടെ വീടിനടുത്തുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് എൻ്റെ പെങ്ങളുടെ ഡ്രസ്സ് കൊടുത്തിരുന്നു, അപ്പോൾ അതിൻ്റെ അളവിൽ ലേശം വ്യത്യാസമുണ്ട്, അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓളായിട്ട് അവിടെ സംസാരിച്ചിരുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഉസ്താദ് ഇനി വേണ്ടാതെ ഇടപെടാൻ നിൽക്കേണ്ട, സീൻ മാറുമെന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, പൊന്നു മോൻ വിട്ടോ, ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇയാളെന്ന് അറിഞ്ഞിട്ടും കൂടിയില്ല, അതിനെ ആരാണെന്നും അന്വേഷിച്ചിട്ടില്ല, നീ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ഞാനിങ്ങനെ എനിക്ക് മനസ്സിലായത് തന്നെ എന്ന് പറഞ്ഞു. ഉസ്താദ് എന്നോട് ചോദിക്കുന്നൊരു കാര്യം, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനിത് വീട്ടുകാരോട് പറയണോ, ആ കുട്ടിയെ നമുക്ക് രക്ഷിക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ഒരു പോക്ക്. ഞാനിത് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു വിചാരം, നമ്മുടെ മക്കൾ ഇപ്പോഴും ചെറിയ കുട്ടികളാണ്. 9ഉം 8ലേക്കും പഠിക്കുമ്പോഴേക്കും 1ഉം 2ഉം 3ഉം പ്രണയങ്ങളാണ്. എൻ്റെ അടുത്തൊരു പെൺകുട്ടിനെ പഠിക്കാൻ മിടുക്കിയായിരുന്നൊരു കുട്ടി ഇപ്പോൾ വളരെ മാർക്ക് കുറവാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതായത് ആ സ്കൂളിൽ
ഒരു കുട്ടി പോലും ആൺകുട്ടികളില്ല. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം പഠിക്കുന്നില്ല, നല്ല പഠിച്ചിരുന്ന കുട്ടിയാണ്, ഇപ്പോൾ പഠിക്കുന്നില്ല. ആ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ 2 അഫെയറാണ്. അതായത് കമ്മിറ്റഡ് ആവുക എന്നുള്ളതാണ് ഇന്നത്തെ ട്രെൻഡ്. സിംഗിൾ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ സിഗ്മയാവും സിഗ്മ. ഇതൊക്കെ കുട്ടികൾക്കറിയ ലാംഗ്വേജൊക്കെ. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ആൺകുട്ടികളില്ലാത്ത ഈ സ്ഥാപനത്തിൽ നിന്ന് 2 ലവറുണ്ട്, 2 ആൺ സുഹൃത്തുക്കൾ. പഠനം പിന്നിലാവാൻ കാരണം ഇതാ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമൊന്നുമല്ല, ഈ പ്രണയമാണ്. ഇവിടെ അധ്യാപകൻ ചോദിച്ചതാണ്, ഉസ്താദ് ഞാനെങ്ങാനോ വാപ്പാടും പാടും പറഞ്ഞു എന്ന് സപ്പോസ് വിചാരിക്കാം, ആ പെൺകുട്ടി നാളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അവിടെ ടച്ച് ചെയ്തു ഇവരെ ടച്ച് ചെയ്തു ഒരു പരാതി കൊടുത്താൽ, ചോദ്യം പോലും ചെയ്യാതെ അന്വേഷണം പോലും, ഞാൻ പോക്സോ കേസിലെ പ്രതിയാവില്ലേ, നാളെ എൻ്റെ ട്യൂഷൻ സെൻറ്റർ തകർക്കും. അധ്യാപകർക്ക് ബേജാറാണ്. എന്തെങ്കിലും വിഷയത്തിൽ കുട്ടികളെ ഗുണദോഷിച്ചു കഴിഞ്ഞാൽ നേരെ കേസിൻ്റെ ഗതി മാറുക, ഞങ്ങളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്ത്. കുട്ടികൾക്കറിയാം ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, ഈ ഉസ്താദ് പറയുന്നൊരു ഞെട്ടിക്കുന്നൊരു കാര്യം, ആ പെൺകുട്ടി മദ്രസയിലും പോകുന്നുണ്ട്. ആ പെൺകുട്ടി മദ്രസയിൽ പോകുന്നുണ്ട്. മദ്രസയിലേക്ക് പോകുമ്പോൾ മുഖം മറച്ച് പോകുന്ന കുട്ടി. ആ സംസ്കാരം വേഷത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ എന്നോട് ഇങ്ങോട്ട് പരിഭവങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഓരോ വാർത്തകൾ കാണുന്നില്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് 3ഉം 4ഉം ആളുകൾ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിട്ട് അറസ്റ്റിലായ വാർത്ത കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ചു, കോഴിക്കോട് ഭാഗത്തുനിന്ന്. എങ്ങനെ ഇത് കിട്ടിയത്? ആൺ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണ്. ഇത് അയച്ചു കൊടുക്കുമ്പോൾ ഈ മൊയന്തിന് മനസ്സിലാവണില്ലല്ലോ ഇതിന് ദുരുപയോഗം ചെയ്യുന്നില്ല. അവൾ കരുതുന്നത് എന്നോടുള്ള ട്രൂ ലവ് ആണിത് എന്നുള്ളതാണ്. എന്ത് ട്രൂ ലവ്? അവനത് സുഹൃത്തുക്ക് കൊടുക്കുന്നു, ഓനിത് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇക്കും വേണമെന്ന്. 3ഉം 4ഉം 5ഉം ആളുകൾ എത്തിയപ്പോൾ പരാതിയായി അറസ്റ്റിലായി. ഇപ്പുറത്തൊരു പെൺകുട്ടിയുടെ കൂടി പെർമിഷനും അനുവാദവും എന്താ പറയുക സപ്പോർട്ടിങ്ങും ഇല്ല. അതൊന്നും നടക്കില്ല. പെൺകുട്ടികളാണ് സപ്പോർട്ട് കൊടുക്കുന്നത്, ധൈര്യം കൊടുക്കുന്നത്. പക്ഷേ രക്ഷിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ പെൺകുട്ടികളുടെ പ്രണയം, കൗമാരക്കാല പ്രണയം അകപ്പെടാതെ നോക്കണം. അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടോ അടിച്ചിട്ടോ വീട്ടുതടങ്കലിലാക്കിയിട്ടോ ഒന്നും പ്രശ്നമില്ല. കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് നന്നായിട്ട് കൊടുക്കുക. അൽഹംദുലില്ലാഹ് എൻ്റെ അടുത്ത് വന്ന ഒരുപാട് ഇതുപോലെയുള്ള പ്രണയ കേസുകൾ, എല്ലാതും ഞാൻ നേരെയായതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ നല്ലൊരു പങ്കും 2ഉം 3ഉം കൗൺസിലിംഗ് സിറ്റിംഗ് കഴിയുമ്പോൾ മാഷാ അല്ലാഹ് രക്ഷപ്പെട്ടു വന്ന് നല്ല നല്ല കുട്ടികളായിട്ട് മാറിയിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പിടിച്ചാലോ തൊട്ടാലോ അതിപ്പോൾ എന്താണ് തേഞ്ഞു പോകുന്നതൊന്നുമല്ലല്ലോ. ഇതാണ് ഇവിടെ ന്യായം. വിവാഹം കഴിക്കുന്നത് വരെ എങ്ങനെ നടക്കാമെന്നും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെയധികം ട്രസ്റ്റ് ഉണ്ടായിരിക്കണം എന്നാണ് ഇവരുടെ പുതിയ തന്ത്രം. മക്കൾ പെൺകുട്ടികൾ വളർന്ന് വലുതുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുക, മോളെ നീ കാണാൻ ഭംഗിയുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിലും നിൻ്റെ ശരീരം വളരുന്നുണ്ട്, നിനക്കിങ്ങനെ ഓപ്പോസിറ്റ് താല്പര്യം ഉണ്ടാകും, പക്ഷേ ഇന്നതൊന്നും പാടില്ല. ആളുകളോട് നമ്മൾ ഇന്ന രീതിയിലുള്ള ബന്ധങ്ങൾ, മക്കൾ നിങ്ങൾ ഉമ്മാർ തുറന്ന് സംസാരിക്കേ, നിങ്ങൾ മക്കളുടെ നല്ല സുഹൃത്തുക്കളാവ്. അങ്ങനെ സുഹൃത്തുക്കളാകുമ്പോൾ മാത്രമേ ആ മക്കളെ നമുക്ക് നേർവഴിക്ക് കിട്ടൂ. അല്ലെങ്കിൽ കുടുംബം എന്നും കണ്ണീരിലാവും. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കലാമേള നടക്കുന്ന സമയമാണ്. ഈ ഓരോ കലാമേളകൾ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകൾ തോന്നിവാസങ്ങളുടെ അരങ്ങുകളാണ്. കുറേ വർഷങ്ങൾ സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം എൻ്റെ പത്രത്തിന് വേണ്ടി വർഷങ്ങളോളം 8 or 9 വർഷം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അവിടെ നടക്കുന്ന പേക്കൂത്തുകൾ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ മക്കളെ ആ വഴിക്ക് പറഞ്ഞയക്കില്ല. പക്ഷെ നമ്മുടെ മക്കളെ നല്ല വിശ്വാസത്തിൽ നമ്മൾ പറഞ്ഞയക്കുന്നത്, മിസ്യൂസ് ചെയ്യുന്നവരുണ്ട് എന്ന് കരുതിയിട്ട് നല്ലത് ഒഴിവാക്കാനും പറ്റൂലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിൻ്റെ മുഹമ്മദ് മിദ്ലാജ് എന്നുള്ള മഹദിൻ അക്കാദമിയിലെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ, ഹാഫിളായ വിദ്യാർത്ഥിയുടെ ഒരു മുഹീദ്ദീൻ മാല, അദ്ദേഹം ഒരു 6 or 7 ഈണത്തിലാണ് മുഹീദ്ദീൻ മാല ആലപിച്ചത്. വളരെ മനോഹരമായിരുന്നു. മാഷാ അല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, സന്തോഷങ്ങൾ കൊടുക്കട്ടെ. നമ്മുടെ സ്പോൺസറായ മുഹീദ്ദീൻ മാലയുടെ മത്സരത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. സ്പോൺസറായ പീസ് ആൻഡ് പോസിറ്റീവ് ഹബിൻ്റെ ചെയർമാൻ, അതിൻ്റെ ഡയറക്ടർ ആ ഒരു പരിപാടി കാണുകയും ഒരു പ്രോത്സാഹന സമ്മാനം അദ്ദേഹത്തിന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു മത്സരത്തിൻ്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് വന്നതായതുകൊണ്ടാണ് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കാമെന്ന് വെച്ചാൽ. കാരണം ഇത്രയും മനോഹരമായിട്ട് ഇത്രയും വ്യത്യസ്തമായ ഈണങ്ങൾ മുഹീദ്ദീൻ മാല ആലപിച്ചത് മുമ്പ് ഒരു പെൺകുട്ടിയുടെ ഉണ്ടായിരുന്നു, അവർക്കൊരു പ്രോത്സാഹനം കൊടുത്തിരുന്നു. ഇതോടൊപ്പം മറ്റൊന്നതാണ്, അത് നമ്മുടെ മുഹീദ്ദീൻ മാലയുടെ റിസൾട്ട് നമ്മുടെ സ്പോൺസർ ഉംറക്ക് പോവാണ് 2 ദിവസം കഴിഞ്ഞാൽ. അദ്ദേഹം ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇൻഷാ അല്ലാഹ് പ്രഖ്യാപിക്കും. ഇതുവരെ നമ്മളൊരു 10-20 മുഹീദ്ദീൻ മാല ആലാപനം നടന്നിട്ടുണ്ട്. ചിലരൊക്കെ സൗണ്ട് മാത്രം അയച്ചു. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മൾ ഇന്നലെ ചോദിച്ച ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹുവിനെ ഖബറടക്കിയത് എവിടെയാണ്? മദീനയിലെ ജന്നത്തുൽ ബഖീഅയിലാണ്. അതാണ് ശരിയായ ഉത്തരം. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മഖ്ബറ ഏത് ഗൾഫ് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.